ഹലോ, എൻ്റെ പേര് അരവിന്ദ്. ഇന്ന് ഈ വീഡിയോയിൽ ട്രേഡിംഗ് വ്യൂവിലെ പൈൻ സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് എങ്ങനെ ഒരു കസ്റ്റം ഇൻഡിക്കേറ്റർ ഉണ്ടാക്കാം എന്നതാണ്. ഇന്ന് AI വെച്ചിട്ട് എല്ലാവർക്കും പൈൻ സ്ക്രിപ്റ്റ് പഠിക്കാതെ തന്നെ കോഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും അതിലെ ബഗ്ഗുകൾ മാറ്റാനും അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഒരു ലോജിക്ക്, ഒരു കോംപ്ലക്സ് ലോജിക്കായിരിക്കും ഇത് AI എടുത്ത് ഫുള്ളായിട്ട് കൺവേ ചെയ്യാൻ പറ്റാതെയും വരും. അങ്ങനെയുള്ള സമയത്ത് പൈൻ സ്ക്രിപ്റ്റിലെ നമുക്കുള്ള നോളജ് വളരെ ഹെൽപ്ഫുൾ ആണ്. അതിനുവേണ്ടി ഇന്ന് ഞാൻ പൈൻ സ്ക്രിപ്റ്റിലെ ഒരു ബേസിക് ഇൻഡിക്കേറ്ററാണ് കോഡ് ചെയ്യാൻ പോകുന്നത്. ഇത് ഒരു കംപ്ലീറ്റ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റപ്പിന് വേണ്ടിയുള്ളതല്ല, ജസ്റ്റ് ലേണിംഗ് പർപ്പസിന് ഉള്ള ഒരു വീഡിയോ ആണ്. 2024 ഡിസംബറിന് മുമ്പ് നോളജ് കട്ട് ഓഫ് ഉള്ള AIs കൊണ്ട് വേർഷൻ 6ൽ പൈൻ സ്ക്രിപ്റ്റിലെ വേർഷൻ 6ൽ കോഡ് ചെയ്യാതിരിക്കുക. കാരണം വേർഷൻ 6 റിലീസ് ചെയ്തത് ഡിസംബറിന് ശേഷമാണ് 2024. അപ്പോൾ അതിൽ ട്രെയിൻ ചെയ്തിട്ടുള്ള AIs ഉപയോഗിച്ച് മാത്രം നിങ്ങൾ വേർഷൻ 6ൽ, അതായത് പൈൻ സ്ക്രിപ്റ്റ് വേർഷൻ 6ൽ കോഡ് ചെയ്യുക. അല്ലെങ്കിൽ സിൻടാക്സ് എററും ബഗ്ഗുകളും ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. ആദ്യം ഞാനൊരു ഇൻഡിക്കേറ്ററാണ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം അതിനെ ഒരു സ്ട്രാറ്റജിയിലോട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ സ്ട്രാറ്റജിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വിൻ റേഷ്യോ, എത്ര ലൂസ് ട്രേഡുകളുണ്ട്, എത്ര വിൻ ട്രേഡുകളുണ്ട്, ടോട്ടൽ എത്ര ട്രേഡുകൾ എടുത്തു, ഏതൊക്കെ പാർട്ടിലാണ് ആ ട്രേഡുകൾ ഏറ്റവും കൂടുതൽ ഫെയിലായിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ വർക്കായിട്ടുള്ളത് എന്നുള്ളതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ അതിൻ്റെ വേഴ്സ് സിനാരിയോ എങ്ങനെ കുറയ്ക്കാം, എത്രത്തോളം നമുക്ക് പെർഫെക്റ്റ് ആക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ഒരു സ്ട്രാറ്റജിയിലോട്ട് കൺവേർട്ട് ചെയ്താൽ, അല്ലെങ്കിൽ ഏത് കോൺഫിഗറേഷനിലാണ്, ഏത് സെറ്റിങ്സിലാണ് നല്ലതുപോലെ ഈ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുക എന്നുള്ളതെല്ലാം അതിനെ ഒരു സ്ട്രാറ്റജിയിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് കോഡിങ്ങിലേക്ക് പോകാം. ട്രേഡിംഗ് വ്യൂവിൽ പൈൻ എഡിറ്റർ എന്ന് കാണുന്ന ലെഫ്റ്റിൽ ബോട്ടം പൈൻ എഡിറ്റർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ മാനേജ് സ്ക്രിപ്റ്റ് എന്നുള്ള ബട്ടൺ, ഡൗൺ ആരോ, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ന്യൂ ഇൻഡിക്കേറ്റർ. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ നെയിമും ഈ ലൈസൻസും പറഞ്ഞിട്ടുള്ള കമൻറ്റുകളും അതിന് താഴെ ഒരു ബേസിക് 3 ലൈൻ കോഡ് ഡിഫോൾട്ടായിട്ട് അവിടെ വരും. അപ്പോൾ ഇത് ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ ഇതുപോലെ വിടുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത് റിമൂവ് ചെയ്യാം. ഞാനത് റിമൂവ് ചെയ്യാണ്. വേർഷൻ എന്നുള്ളത് ഫസ്റ്റ് ലൈൻ ആക്കുക. വേർഷൻ 6 എന്നിവിടെ പറയുന്നത് ഇത് ഒരു നിർബന്ധമായിട്ടും നമ്മൾ പൈൻ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ എഴുതേണ്ടതാണ്. ഏത് വേർഷനിലാണ് ഈ കോഡ് റൺ ചെയ്യാൻ പോകുന്നതെന്ന്. വേർഷൻ 6 ആണ് ഏറ്റവും ലേറ്റസ്റ്റ്. ചിലപ്പോൾ നമ്മൾ നെറ്റിൽ നിന്നോ ടെലഗ്രാം ഗ്രൂപ്പുകളിൽ നിന്നോ ലഭിക്കുന്ന കോഡ് വേർഷൻ 5ഓ 4ഓ ഒക്കെ ആയിരിക്കാം. അപ്പോൾ അത് ഡയറക്റ്റ് കോപ്പി പേസ്റ്റ് ഇവിടെ ചെയ്യുന്നത് ചിലപ്പോൾ ബഗ്ഗുകൾ തന്നേക്കാം. നിങ്ങൾക്ക് ഈസി ആയിട്ട് വേർഷൻ 5നെ പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് വേർഷൻ 5 ആയിട്ടുള്ള കോഡിൽ വാണിംഗ് കാണിക്കും. അപ്പോൾ അവിടെ മൗസ് ഓവർ ചെയ്യുക. അപ്പോൾ ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബൾബ് സിമ്പിൾ അവിടെ കാണാം, കോഡ് ആക്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്താൽ കൺവേർട്ട് സ്ക്രിപ്റ്റ് ടു വേർഷൻ 6. അങ്ങനെ ചെയ്യുമ്പോൾ ഈ കോഡിനെ വേർഷൻ 6ലോട്ട് പൈൻ സ്ക്രിപ്റ്റ് തന്നെ കൺവേർട്ട് ചെയ്യും. അതിനൊരു പേര് കൊടുക്കാം. ഡീഫോൾട്ടായിട്ട് നമ്മൾ ഈ ഇൻഡിക്കേറ്ററിൽ എന്ന ഫംഗ്ഷനിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ടൈറ്റിലായിരിക്കും എടുക്കുക. നമുക്കിവിടെ മോഡിഫൈ ചെയ്യാം. സേവ് ചെയ്യാം. ഇപ്പോൾ കാണിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന സ്ക്രിപ്റ്റും പുതിയ സ്ക്രിപ്റ്റും അതിനകത്ത് എന്തെല്ലാം ചേഞ്ചസ് ആണ് വന്നതെന്നാണ്. അപ്ലൈ കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടാക്കുന്നത് കൊണ്ട് ഇൻഡിക്കേറ്റർ എന്നുള്ള ഫംഗ്ഷനാണ് സെക്കൻഡ് ലൈനിൽ വരിക. അതിൽ മൗസ് ഓവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഈ ഫംഗ്ഷന് ഉപയോഗിക്കേണ്ട പാരാമീറ്റർസ്, അതായത് ആ ഫംഗ്ഷൻ എന്തൊക്കെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് കാണിക്കും. ടൈറ്റിൽ, ഷോർട്ട് ടൈറ്റിൽ, ഓവർലേ, ഈ 3 വാല്യൂസാണ് അല്ലെങ്കിൽ ഈ 3 പാരാമീറ്റേഴ്സാണ് നമ്മൾ മെയിനായിട്ട് സെറ്റ് ചെയ്യേണ്ടത്. നെയിം ഞാൻ അതുപോലെ ലീവ് ചെയ്യാണ്. ഷോർട്ട് ടൈറ്റിൽ കൊടുക്കുമ്പോൾ വ്യത്യാസം എന്ന് പറയുന്നത് ഈ സ്ക്രിപ്റ്റിനെ ക്യാൻവാസിലോട്ട് ആഡ് ചെയ്യുമ്പോൾ ക്യാൻവാസിൽ അത് ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്ന ഭാഗത്ത് കാണിക്കേണ്ട നെയിമാണ്.
ജസ്റ്റ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കസ്റ്റം വെയിറ്റ് ചെയ്യുന്നതിന് ഷോർട്ട് ടൈറ്റിൽ കൊടുക്കുകയാണ്. അതിനുശേഷം ഓവർലേ ട്രൂ എന്ന് പറയുന്നത് നമ്മൾ ഈ ക്യാൻവാസിൽ ഈ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ, അതായത് ഈ ക്യാൻവാസിൽ തന്നെ ആയിരിക്കണം ഇതിൻ്റെ പ്ലോട്ടിങ്, ഡ്രോയിങ് എല്ലാം കാണിക്കേണ്ടത്. നിങ്ങൾക്കറിയാം RSI, വില്യംസ് ആർ, മാക്ഡി തുടങ്ങിയ ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ഈ ക്യാൻഡിൽസ്റ്റിക്കിൽ നിന്നും മാറി, ക്യാൻവാസിൽ നിന്നും മാറി പ്രത്യേക ഒരു പ്ലെയിനിലാണ് അത് ഡ്രോ ചെയ്യുന്നത്, ഏകദേശം താഴ്ഭാഗത്താണ് ഡീഫാൾട്ടായി. അങ്ങനെയുള്ള ഇൻഡിക്കേറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓവർലേ ഫാൾസ് ആണ് കൊടുക്കുക. ഓവർലേ ട്രൂ എന്ന് പറയുന്നത് നമ്മൾ ഈ ക്യാൻഡിൽസ്റ്റിക്കിൻ്റെ കൂടെ തന്നെ, അല്ലെങ്കിൽ ഈ ക്യാൻവാസിലാണ് അതിൻ്റെ പ്ലോട്ടിങ്ങും ഡ്രോയിങ്ങും എഴുത്തുകളും ടെസ്റ്റെല്ലാം വരുന്നത് ക്യാൻവാസിലായിരിക്കും. ഇപ്പോൾ ഞാൻ ഇത് സേവ് ചെയ്യുന്നു, ആഡ് ടു ചാർട്ട് കൊടുക്കും. നിങ്ങൾക്കറിയാം ഷോർട്ട് ടൈറ്റിലാണ് കസ്റ്റം വെയിറ്റ് ആയിട്ട് നമുക്ക് കാണിക്കുന്നത്. പക്ഷേ ഇൻഡിക്കേറ്ററിൽ ചെന്ന് പേഴ്സണൽ ഫോൾഡർ എടുക്കുമ്പോൾ നിങ്ങൾ സേവ് ചെയ്ത പേരായിരിക്കും കാണിക്കുക. പ്ലോട്ട് ക്ലോസ് ഞാൻ കളയുകയാണ്. ഞാനിവിടെ കോഡ് ചെയ്യാൻ പോകുന്നത് EMA ക്രോസ് ഓവർ സ്ട്രാറ്റജിയാണ്, അത് ലോങ് മാത്രം. ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇതൊരു കംപ്ലീറ്റ് ട്രേഡിംഗ് സെറ്റപ്പിന് വേണ്ടി പെർഫെക്റ്റ് ആക്കിയ ഒരു കോഡായിരിക്കില്ല. ജസ്റ്റ് പൈൻ സ്ക്രിപ്റ്റിനെ അറിയുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി EMA ക്രോസ് ഓവറിന് 2 EMA ആവശ്യമാണ്. അതിനായി ഒരു ഷോർട്ട് EMA, ഒരു ലോങ് EMA നമുക്ക് പ്ലോട്ട് ചെയ്യാം. ഷോർട്ട് EMA ഞാൻ ഷോർട്ട് EMA എന്ന് വിളിക്കുകയാണ്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി TA എന്നുള്ള ലൈബ്രറിയിൽ ഡോട്ട്, അതിൽ ഒരുപാട് ഫങ്ഷൻസ് നമുക്ക് പൈൻ സ്ക്രിപ്റ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. EMA കാൽക്കുലേറ്റ് ചെയ്യാനായി TA.EMA എന്നുള്ള ഫംഗ്ഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. EMA നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ എടുക്കുമ്പോൾ സോഴ്സും ലെങ്തുമാണ് അതിൻ്റെ പാരാമീറ്റേഴ്സ് ആയിട്ട് വരുന്നത്. സോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ക്യാൻഡിൽസ്റ്റിക്കിൻ്റെ പ്രൈസ് ഡാറ്റ ഏതാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ്. ഓപ്പൺ, ലോ, ഹൈ, ക്ലോസ് എന്നീ 4 പ്രൈസ് ഡാറ്റ. പിന്നെ ഇതിൻ്റെ കോമ്പിനേഷൻസ് നമുക്ക് ഇവിടെ സോഴ്സായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ക്ലോസ് ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതിനുശേഷം ലെങ്ത്, ഒരു ഡീഫോൾട്ട് ലെങ്ത് ആയിട്ട് നമുക്ക് 14 കൊടുക്കാം. അടുത്തതായി ലോങ് EMA. TA എന്ന ലൈബ്രറിയിലെ EMA എന്നുള്ള ഫംഗ്ഷൻ തന്നെയാണ് അവിടെയും ഉപയോഗിക്കുന്നത്. സോഴ്സ് പറഞ്ഞു കൊടുക്കാം, ക്ലോസ്. ലോങ് EMA ആയതുകൊണ്ട് 30 ലെങ്ത് ആയി കൊടുക്കാം. ഇത് നമ്മുടെ ക്യാൻവാസിൽ, അതായത് ക്യാൻഡിൽസ്റ്റിക്കിൻ്റെ കൂടെ ഷോ ചെയ്യാൻ വേണ്ടി നമുക്ക് പ്ലോട്ട് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കാം. പ്ലോട്ടിൽ സീരീസ്, അതായത് ഏത് ഡേറ്റയാണ് ഇവിടെ കാണിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാം. ഷോർട്ട് EMA. അതിനുശേഷം അടുത്തതായി ലോങ് EMA. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് ക്യാൻവാസിൽ 2 EMA കാണാൻ കഴിയും. പക്ഷേ ഏതാണ് ലോങ് EMA, ഏതാണ് ഷോർട്ട് EMA എന്ന് നമുക്ക് ഇപ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതിനായി നമുക്ക് ഷോർട്ട് EMAയ്ക്കും ലോങ് EMAയ്ക്കും കളർ കൊടുക്കാം. കളർ ഇതിൻ്റെ സെറ്റിങ്സിൽ പോയി നിങ്ങൾക്ക് മാനുവലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളിവിടെ ഡീഫോൾട്ട് കളർ കോഡ് ആദ്യമായിട്ട് റൺ ചെയ്യുമ്പോഴോ ആദ്യമായിട്ട് ലോഡ് ചെയ്യുമ്പോഴോ ഈ കളറായിരിക്കും പൈൻ സ്ക്രിപ്റ്റിൽ, അതായത് ട്രേഡിംഗ് വ്യൂവിൽ കാണിക്കുക. അതിനായി കളർ എന്നുള്ള പാരാമീറ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു കളർ കൊടുക്കാൻ വേണ്ടി നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. നിങ്ങൾക്കൊരു കോംപ്ലക്സ് കളർ കൊടുക്കാനും അല്ലെങ്കിൽ ബേസിക് കളർ കൊടുക്കാനും ജസ്റ്റ് കളർ ഡോട്ട് ഏതാണ് കളർ വേണ്ടതെന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഗ്രീൻ, ഗ്രേ, റെഡ്, ബ്ലൂ എന്ന എല്ലാ കളറുകളും ഇതിൽ അവൈലബിൾ ആണ്. ഞാനിവിടെ യെല്ലോ കൊടുക്കുകയാണ്. ലോങ് EMAയ്ക്ക് കളർ ഡോട്ട് റെഡും കൊടുക്കുകയാണ്. ഈ കളറുകൾ കസ്റ്റമൈസബിൾ ആണ്. ഈ കളർ എന്നുള്ള കളർ കാണിക്കുന്ന സ്ക്വയറിൽ നിങ്ങൾ മൗസ് ഓവർ ചെയ്യുമ്പോൾ കളർ ഇഷ്ടമുള്ള ഷെയ്ഡ്, ട്രാൻസ്പെറൻസി,
ഹ്യൂ എന്നിവ തിരഞ്ഞെടുക്കാൻ പറ്റും. സേവ് ചെയ്യുക. ഇപ്പോൾ ഷോർട്ട് EMA ലോങ് EMA തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് EMAകളുടെ ലെങ്ത് ഒരു ഇൻപുട്ടായിട്ട് വാങ്ങിക്കാം. അതിനായി ഞാൻ ഷോർട്ട് EMA ലെങ്ത് എന്നുള്ളൊരു വേരിയബിളാണ് എടുക്കുന്നത്. അതിനായി ഇൻപുട്ട് എന്നുള്ള ബിൽറ്റ് ഇൻ ഫംഗ്ഷനിൽ നമ്മൾ ഏത് ടൈപ്പാണ് വാങ്ങിക്കുന്നത്, അതായത് ഷോർട്ട് EMA ലെങ്ത് എന്നുള്ളത് ഒരു നമ്പറാണ്, 1 2 3 എന്ന് പറഞ്ഞ് തുടങ്ങി പോകുന്ന നമ്പർ. അപ്പോൾ അത് നമ്മൾ ഇൻറ്റിജർ എന്ന് പറയുക. അതായത് ഇൻറ്റിജറിനെ സൂചിപ്പിക്കാനായി ഇൻറ്റ്. ഈ ഫംഗ്ഷനുള്ളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ ഡെഫ് വാൽ, അതായത് ഡിഫോൾട്ട് വാല്യൂ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതിനായി ഡെഫ് വാൽ ഈക്വൽ ടു 14. അതിനുശേഷം ഇൻപുട്ട് സെക്ഷനിൽ അതിൻ്റെ ടൈറ്റിൽ കൊടുക്കേണ്ടതുണ്ട്. അതായിരിക്കും നമ്മൾ സെറ്റിങ്സിൽ കാണാൻ പോകുന്ന ടൈറ്റിൽ. അതിനായി ടൈറ്റിൽ അതൊരു കോഡ്സിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഷോർട്ട് EMA ലെങ്ത്. അടുത്തതായി ലോങ് EMAക്കുള്ള ലെങ്ത്. ലോങ് EMA ലെങ്ത് അതും മുകളിലത്തെ പോലെ തന്നെ ഇൻപുട്ട് ഡോട്ട് ഇൻറ്റ് മുപ്പത്, ടൈറ്റിൽ ലോങ് EMA ലെങ്ത്. അതിനുശേഷം നമുക്ക് EMA കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനുകളിൽ, അതായത് TA.EMAയിൽ ആ ലെങ്ത് വേരിയബിളായിട്ട് കൊടുക്കാം. സേവ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഇൻഡിക്കേറ്റർ ലിസ്റ്റ് ചെയ്തെടുത്തൊന്നും നിങ്ങൾക്ക് സെറ്റിങ്സിൽ കയറിയാൽ അവിടെ ഇൻപുട്ട്സ് കാണാൻ കഴിയും. അത് ചേഞ്ച് ചെയ്യുമ്പോൾ ക്യാൻവാസിൽ EMAയുടെ ഷേപ്പ് അല്ലെങ്കിൽ EMA ചേഞ്ച് ചെയ്യുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ 30 മാറ്റി 50 ആക്കുകയാണ്. റെഡ് ലൈൻ 50 EMA ആയി മാറിയത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ബാക്ക് ടു 30. ഇനി ഇതിൻ്റെ ക്രോസ് ഓവർ എവിടെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. ഇഫ് എന്ന് പറയുന്നത് ഒരു കാര്യം നടന്നോ ഇല്ലയോ എന്നുള്ള, അല്ലെങ്കിൽ ഒരു ട്രൂ ഫാൾസ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇഫ് എന്നുള്ള ഒരു കീവേഡ് ഉപയോഗിക്കാം. പൈൽ സ്ക്രിപ്റ്റിൽ തന്നെ TA എന്ന ലൈബ്രറിയിലെ ക്രോസ് ഓവർ എന്ന ഫംഗ്ഷനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പാരാംസൈഡ് സോഴ്സ് 1 സോഴ്സ് 2, അതായത് ഏതിനെയാണ് ക്രോസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഷോർട്ട് ലോങ്ങിനെ ഓവർ ചെയ്യുന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനായി ഷോർട്ട് EMA കോമ ലോങ് EMA. ഇവിടെ ചെക്ക് ചെയ്യുന്നത് ഇഫ് ക്രോസ് ഓവർ ഷോർട്ട് EMA ലോങ് EMA താഴെ നിന്ന് മുകളിലേക്ക് ക്രോസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്ന ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഇഫ് ബ്ലോക്കിനകത്ത് എഴുതിയിട്ടുള്ള കോഡായിരിക്കും എക്സിക്യൂട്ട് ആവുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു ലേബൽ കൊടുക്കാം. ലേബലാണ് ഒരു ടെസ്റ്റ് ഭംഗിയായിട്ട് ഷോ ചെയ്യാൻ വേണ്ടി ഒരു ആരോ ഒക്കെ വെച്ച് പെട്ടെന്ന് നമുക്ക് വായിക്കാൻ തക്കവണ്ണം ഷോ ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്നത് ലേബലാണ്. ലേബൽ ഡോട്ട് ന്യൂ എന്നുള്ള ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. പാരാംസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. പോയിൻറ്റ്, ടെസ്റ്റ്, എക്സ്ലോക്ക്. ഇതിന് മൾട്ടിപ്പിൾ ഓവർലോഡ്സ് കാണാം. റെഫറൻസ് മാനുവൽ, ലാംഗ്വേജിൻ്റെ പൈൻ സ്ക്രിപ്റ്റിൻ്റെ റെഫറൻസ് മാനുവലിൽ ചെന്നാൽ നമുക്ക് 2 തരത്തിൽ അതിനെ ഓവർലോഡ് കാണാൻ കഴിയും. ഒന്ന് പോയിൻ്റ് പറയുക, ടെക്സ്റ്റ് പറയുക, എക്സ്ലോക്ക്, വൈലോക്ക് എന്നീ പാരാംസ് ഉപയോഗിച്ചിട്ടുള്ള വഴിയും, രണ്ടാമത് XY, ടെക്സ്റ്റ്, എക്സ്ലോക്ക്, വൈലോക്ക് എന്നുള്ള വഴി. ഇതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇവിടെ ഞാൻ രണ്ടാമത്തെ XY പറഞ്ഞു കൊടുത്തിട്ടുള്ള വഴിയാണ് ഉപയോഗിക്കുന്നത്. അതായത് അതെവിടെ ഷോ ചെയ്യണം, അതായത് X ആക്സിസിൽ ഇതിനെ ഒരു 2D പ്ലെയിനായി കണ്ടു കഴിഞ്ഞാൽ X ആക്സിസിൽ എവിടെ കാണിക്കണം.
അതിന് എക്സ് സീരീസ് ബാർ ഇൻഡെക്സും അല്ലെങ്കിൽ ബാർ ടൈമും ഉപയോഗിക്കാം. ഇവിടെ ഞാൻ ബാർ ഇൻഡെക്സ് ആണ് ഉപയോഗിക്കുന്നത്. കാരണം ബാർ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഈ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ നമ്പറാണ്. അതായത് ഈ ക്യാൻവാസ് തുടങ്ങുമ്പോൾ ഉള്ള അവിടെ തൊട്ട് 1 2 3 4 അങ്ങനെ തുടങ്ങി ഈ ക്യാൻഡിലിനെല്ലാം ഓരോ നമ്പർ കാണും. ചിലപ്പോൾ 3000 ആയിരിക്കും. അപ്പോൾ തൊട്ടടുത്തുള്ളത് 3001, 3002 അങ്ങനെ പോകും. അപ്പോൾ നമുക്ക് ക്രോസ് ഓവർ നടക്കുന്ന ആ ക്യാൻഡിലിൽ തന്നെ അത് കാണിക്കണം. അപ്പോൾ ആദ്യത്തെ പാരാമീറ്ററായിട്ട് എക്സ് ഈക്വൽ ടു ബാർ ഇൻഡെക്സ്, അത് ഡയറക്റ്റ് ഒരു വേരിയബിളാണ്. അതിനുശേഷം വൈ ഹൈ, അതായത് ആ ക്യാൻഡിലിൻ്റെ ഇത് നടക്കുന്ന സമയത്തെ ഹൈ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്രോസ് ഓവർ നടക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ ബാർ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഈ ക്യാൻഡിലാണ്. ഈ ക്യാൻഡിലിലെ ഈ എക്സ്, ഈ ഇവിടുന്ന് ഹൈ എന്ന് പറയുന്നത് ഇവിടെ ഈ ക്യാൻഡിലിലെ ഹൈയിൽ, അതായത് വൈ ആക്സിസ്. ഇവിടെ ക്ലോസ് ഓപ്പൺ എന്ത് കൊടുത്താലും കുഴപ്പമില്ല. അടുത്തതായി ടെക്സ്റ്റ്, ഇവിടെ ജസ്റ്റ് ബൈ എന്നാണ് കൊടുക്കുക. അതിന് അടുത്തതായി അതിൻ്റെ സ്റ്റൈൽ, അതിനായി സ്റ്റൈൽ എന്നുള്ള ലൈബ്രറിയിലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലേബൽ എന്ന ലൈബ്രറിയിലെ ഇവിടെ കാണാൻ കഴിയും അവൈലബിൾ ആയിട്ടുള്ള പോസിബിൾ വാല്യൂസ്. ലേബൽ ഡോട്ട് സ്റ്റൈൽ ലേബൽ ഡൗൺ, അതായത് താഴേക്ക് പോയിൻ്റ്, അതായത് താഴേക്ക് പോയിൻ്റ് ചെയ്തിട്ടുള്ള ഒരു ലേബലായിരിക്കും. അത് നിങ്ങൾക്ക് സേവ് ചെയ്തതിന് ശേഷം വ്യക്തമായത് കാണാൻ കഴിയും. കളർ ഡോട്ട് ഗ്രീൻ. അടുത്തത് ടെക്സ്റ്റ് കളർ. അത് നമുക്ക് വൈറ്റ് കൊടുക്കാം. ഞാൻ സേവ് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ക്യാൻഡിലിൽ ഹൈയിൽ നിന്നും ഒരു ലേബൽ, പോയിൻ്റ് ഡൗൺ ആയിട്ടുള്ള ലേബൽ. ഇത് പോയിൻ്റ് അപ്പ് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലേബൽ സ്റ്റൈൽ ലേബൽ അപ്പ് കൊടുക്കുകയാണെങ്കിൽ ഈ ആരോ മുകളിലേക്കായിരിക്കും വരിക. അങ്ങനെ 4 ഡയറക്ഷനിലേക്കുമുള്ള അവൈലബിലിറ്റി ഉണ്ട്. കൂടാതെ നിങ്ങൾക്ക് അതിൽ ഡോട്ട് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവൈലബിൾ ആയിട്ടുള്ള വാല്യൂസ് വരും. അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. അടുത്തതായി ഇതിൻ്റെ ക്രോസ് അണ്ടർ, TA ഡോട്ട് ക്രോസ് അണ്ടർ ഷോർട്ട് EMA ലോങ് EMA. മുകളിലത്തെ ലൈൻ തന്നെ നമുക്ക് കോപ്പി ചെയ്യാം, ശേഷം പേസ്റ്റ് ചെയ്യാം. ബൈ എന്നുള്ളത് മാറ്റി സെൽ എന്ന് കൊടുക്കുന്നു. ഗ്രീൻ കളർ മാറ്റി റെഡ് ആക്കുന്നു. സേവ് ചെയ്തു. ഇതിപ്പോൾ ഒരു ഇൻഡിക്കേറ്ററാണ്, ബൈയും സെല്ലും കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ ഇത് ഫോളോ ചെയ്താൽ ചിലപ്പോൾ ഇവിടെ ഈ സിറ്റുവേഷനിൽ ബൈ എടുത്ത് ഇവിടെ മുകളിൽ സെല്ല് നടന്നിട്ടുണ്ട് കൃത്യമായി. പക്ഷേ കൂടുതലും ചെറിയ ചെറിയ ഹൈക്കുകൾ, പ്രൈസ് ഹൈക്കുകളിൽ ബൈ സിഗ്നൽ വന്നിട്ട്, ഫാൾ സിഗ്നൽ വന്നിട്ട് നമുക്ക് നഷ്ടത്തിൽ പോകുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ കഴിയും. അല്ലെങ്കിൽ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ബൈ സിഗ്നലാണ് ഇപ്പോൾ തരുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഇതിനെ ഒരു ഒപ്റ്റിമൽ EMA കണ്ടുപിടിക്കാൻ കഴിയും, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്തിട്ട് ഇതിനെ എങ്ങനെ മോഡിഫൈ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും, അതിനുവേണ്ടി എങ്ങനെ ഇതിനെ തയ്യാറാക്കാം, ഇതിൻ്റെ വിന്നിങ് പെർസെൻറ്റേജ് എത്രയാണ്, ഒരു ഡൗൺ ട്രെൻഡിൽ എങ്ങനെ ഇത് ഒഴിവാക്കാം എന്നുള്ളതെല്ലാം നമുക്കൊരു സ്ട്രാറ്റജി ആയിട്ട് ഈ ഇൻഡിക്കേറ്ററിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. അത് അടുത്ത വീഡിയോയിൽ. ഇവിടെ ഞാൻ ഇൻപുട്ട് ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. 11 40. ഇങ്ങനെ ചേഞ്ച് ചെയ്താലും നമുക്ക് മാനുവലായിട്ട് തന്നെ നോക്കി ബാക്ക് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ഇൻഡിക്കേറ്റേഴ്സിനെ ഒരു സ്ട്രാറ്റജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. നമുക്ക് ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ട്രേഡിംഗ് വ്യൂവിൽ അവൈലബിൾ ആയിട്ടുണ്ട്.
ഇതേപോലെ സിഗ്നൽസ് തരുന്നത്. അപ്പോൾ അതിനെ ഉപയോഗിക്കാൻ മറ്റുള്ളൊരു ലോജിക്കും കൂടി ആഡ് ചെയ്ത് സ്ട്രാറ്റജിയിലോട്ട് കൺവേർട്ട് ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇത് നമ്മളിതിനെ ഒരു സ്ട്രാറ്റജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും.